ഇൻകം ടാക്സിൻ്റെയോ അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഗവൺമെൻറ് പോർട്ടലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സിഗ്നേച്ചർ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു തേർഡ് പാർട്ടി വഴിയാണ്. നമ്മൾ ഇമുദ്ര എന്നുള്ള തേർഡ് പാർട്ടി കേട്ടിട്ടുണ്ടാവും. പക്ഷേ സൈനെക്സ് എന്ന് പറയുന്ന തേർഡ് പാർട്ടിയാണ് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളത്. അപ്പോൾ സൈനെക്സിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം സൈനെക്സ് ഗൂഗിൾ ചെയ്താൽ സൈനെക്സിൻ്റെ സർട്ടിഫൈങ് അതോറിറ്റി എന്നാണ് പറയുന്നത്. സൈനെക്സ് പോലെ പാൻഡ സൈൻ, ഇമുദ്ര അങ്ങനെ കുറേ വേറെയും സൈറ്റുകളുണ്ട് നമുക്ക് സിഗ്നേച്ചർ എടുക്കാൻ പറ്റുന്നത്. സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ബൈ DSC എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ബൈ DSC ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂ കസ്റ്റമർ എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നമ്മൾ ന്യൂ കസ്റ്റമർ സെലക്ട് ചെയ്യുക. ന്യൂ കസ്റ്റമർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഫോൺ നമ്പർ ബേസ് ചെയ്തിട്ടാണ് ഇത് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതും എല്ലാം. അപ്പോൾ ഈ ഫോൺ നമ്പർ ആധാർ OTP, നമുക്ക് ആധാർ OTP ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലും ചെയ്യാം. പക്ഷേ ആധാർ OTP ഉണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ഒന്നും കാണിക്കേണ്ട, ഒന്നും അപ്ലോഡ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. ആധാർ OTP വെച്ചിട്ട് നമുക്ക് എല്ലാം വെരിഫൈ ചെയ്യാം. അപ്പോൾ ആധാറിൽ SMS OTP വരുന്ന ആ മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്തിട്ട് OTP റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് OTP വരും. അപ്പോൾ OTP എൻ്റർ കണ്ടിന്യൂസ് ഫ്രഷ് ആപ്ലിക്കൻ്റ് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണിക്കും. ഒന്ന് ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ ഓതറൈസർ. ഓതറൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ബിഹാഫിൽ അതിൻ്റെ ഡയറക്ടറിന് ഓതറൈസ് ആയിട്ട് സൈൻ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഓതറൈസർ, നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ, അതേപോലെ ചില പർട്ടിക്കുലർ ബാങ്കിൻ്റെ കേസുകളിൽ നമുക്ക് അത് ആവശ്യമുണ്ട്. നമ്മൾ സാധാരണ നോർമൽ പേഴ്സണൽ സിഗ്നേച്ചറിന് ആവശ്യമുള്ളതെല്ലാം ആപ്ലിക്കൻ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് ക്ലാസ് 3 ആണ് എല്ലായിടത്തും നമുക്ക് ആവശ്യം വരുന്ന ക്ലാസ്. അതായത് ഒരാളെ കണ്ടുകൊണ്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് ക്ലാസ് 3 വരുന്നത്. ഇതിൽ നമുക്ക് വേണ്ടത് സിഗ്നേച്ചർ എൻക്രിപ്ഷൻ കോംബോ. പൊതുവെ എല്ലാവർക്കും സിഗ്നേച്ചർ മാത്രം മതിയാവും. ഇത് 1 ഇയർ ഉണ്ട്, ഇല്ലെങ്കിൽ 2 ഇയർ ഉണ്ട് വാലിഡിറ്റി, ഇല്ലെങ്കിൽ 3 ഇയർ മാക്സിമം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇയർ ആണ് യൂഷ്വലി എല്ലാവരും ചെയ്യാറുള്ളത്. നമുക്ക് റേറ്റ് വെച്ചാൽ 3 ഇയർ എടുത്താലും റേറ്റിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതിൽ ഇൻഡിവിജ്വൽ എടുക്കുക. ഓർഗനൈസേഷൻ ആണ്, നമ്മൾ ഇൻഡിവിജ്വൽ ആണ്. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ യെസ് കൊടുക്കുക. ഇവിടെ USB ടോക്കൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർട്ടിഫൈങ് അതോറിറ്റി തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു ടോക്കൺ കിട്ടും. ടോക്കൺ എന്ന് പറയുന്നത് നോർമൽ USB ഡ്രൈവ് പോലെ, ഒരു പെൻ ഡ്രൈവ് പോലെ ഇരിക്കുന്ന ഒരു ടോക്കൺ ആണ്. അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പം അത് നമ്മൾക്ക് എക്സ്ട്രാ വേണമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവർക്കിപ്പോൾ പറയുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ 650 ആണ്. നമുക്ക് ഇതുപോലെ ബാക്കി ഇതുപോലെ സെല്ലേഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഈ റേറ്റിന് കിട്ടുമെങ്കിൽ അത് ഇതാവുമ്പോൾ ഇവർ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അയച്ചു തരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിത്ത് ഷിപ്പിംഗ് കൊടുക്കാം, ഇല്ലെങ്കിൽ വിത്തൗട്ട് ഷിപ്പിംഗ്. നോട്ട് റിക്വയർഡ് ആണെങ്കിൽ നോട്ട് റിക്വയർഡ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പോയി. പേഴ്സണൽ അസിസ്റ്റൻസ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം വേണോ വേണ്ടോ എന്നുള്ള ഇതാണ്. അത് നോട്ട് റിക്വയർഡ് കൊടുക്കാം. അപ്പോൾ 991 ആണ് ഇവർക്ക് വരുന്ന ഫീസ്. എന്നിട്ട് നമുക്കിത് ഷിപ്പിംഗ് വേണമെങ്കിൽ എസ് കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ അടുത്ത പേജിലെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് മോഡിലാണ് പ്രൊസീഡ് ചെയ്യുക ആധാർ ഓൺലൈൻ. നമുക്ക് ആധാറിൽ നിന്നും OTP നമുക്ക് SMS ആയിട്ട് കിട്ടുമെങ്കിൽ ആധാർ ഓൺലൈൻ പ്രൊസീജിയർ എടുക്കാം. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ്. ആധാർ ഓഫ്ലൈൻ ഉണ്ട്. ഇനി അഥവാ നമുക്ക് ഈ സൈറ്റായിട്ട് നേരത്തെ ഇടയ്ക്ക് ലിങ്കിങ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആധാറിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഒരു ഓഫ്ലൈൻ XML ഫയൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് സെക്കൻഡ് ഓപ്ഷൻ. പാൻ KYC, ഇനി ആധാർ OTP കിട്ടില്ലെന്നുള്ള അവസ്ഥയാണെങ്കിൽ പാൻ KYC എടുക്കാം. പാൻ KYC എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാനിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പിയും നമ്മൾ അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീഡിയോ റെക്കോർഡിംഗ് ടൈമിൽ നമ്മൾ അത് രണ്ടും കാണിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഓൾറെഡി ഈ സൈനെക്സ് എന്ന് പറയുന്ന സർട്ടിഫൈങ് അതോറിറ്റിയിൽ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ആധാർ ഓൺലൈൻ ആണെങ്കിൽ പേരും ഇതും കൊടുക്കുക. ഇത് അഥവാ പാനും ആധാർ ലിങ്ക് ചെയ്യേണ്ടത് ശരി, ജമ്മു ആൻഡ് കാശ്മീരും അങ്ങനെ കുറച്ച് സർക്കുലർ വഴി ലിങ്ക് ചെയ്യേണ്ടവരുണ്ട്. അവരാണെങ്കിൽ നമുക്ക് ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കാം. മൊബൈൽ നമ്പർ അവൈലബിൾ, സെൻഡ് OTP കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇമെയിലിൽ OTP വരും. അപ്പോൾ OTP കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വെരിഫൈ ഇമെയിൽ കൊടുക്കുന്നു. അപ്പോൾ ഇമെയിലിൽ വന്ന OTP ഞാനിവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ ഇമെയിൽ വെരിഫൈഡ്. ഇനി പ്രൊസീഡ് ടു ആധാർ ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യണം. എന്നിട്ട് കൺസെൻറ്റ് കൊടുത്തിട്ട് സെൻഡ് OTP കൊടുക്കുമ്പോൾ ആധാർ OTP വരും. അപ്പോൾ ഞാൻ ആധാർ OTP റിക്വസ്റ്റ് ചെയ്തു, ആധാർ OTP എൻ്റർ ചെയ്തു, വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന പേജാണ്. DSC എൻറോൾമെൻറ്റ് ഫോമാണ് ഓപ്പൺ ആയി വരുന്നത്. ആധാറിൽ നിന്നും OTP കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും പ്രീ ഫില്ല് വന്നിട്ടുണ്ടാവും. എൻ്റെ ഇതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ റിമാർക്സ് മാൻഡേറ്ററി ആണ്. എന്തെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം. നമുക്ക് പേരോ എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്തില്ല തൽക്കാലത്തേക്ക്. പാർട്ണർ കോഡ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴി ചെയ്യുന്നെങ്കിൽ ഏജൻറ്റിന് കമ്മീഷൻ കിട്ടും. അപ്പോൾ ആ കമ്മീഷൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പാർട്ണർ കോഡ് നമ്മുടെ മെൻഷൻ ചെയ്യണം. അപ്പം അത് കഴിഞ്ഞു. അത് നമുക്ക് മാൻഡേറ്ററി അല്ല. ഇനി നമുക്ക് ഒരു KYC ID കിട്ടും. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ, നമുക്ക് ഇഷ്ടമുള്ളൊരു ID കൊടുക്കാം. മൊബൈൽ നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് കൊടുത്തിട്ട് പിന്നും കൊടുക്കാം. പിന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സിമ്പിളായിട്ടുള്ള 1 2 3 4 5 6 അങ്ങനെ എന്തെങ്കിലും ഒരു പിൻ കൊടുക്കുക. പിൻ കൊടുത്തതിന് ശേഷം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതർ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കാനുണ്ടാവില്ല, കാരണം ആധാറിൽ കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം മതി. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ സബ്മിറ്റിൻ്റെ ഇത് ലോഡാവുന്നുണ്ട്. അത് ലോഡാവാൻ ഇത്തിരി ടൈം എടുക്കും. ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. നമുക്കൊരു ആപ്ലിക്കേഷൻ ID കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ID നമുക്ക് മെയിൽ വരും. അപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റേജ് ആണ്. നമുക്ക് ഇതേ പ്രൊസീജിയർ, നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം സേവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ്
നിങ്ങൾക്ക് ഫോണിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലാണെങ്കിൽ ഞാനിവിടെ ആക്സസ് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡ് ക്യാമറ കൊടുക്കുമ്പോൾ ആക്സസ് ചോദിക്കും. ആക്സസ് യെസ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്നിട്ട് ഞാൻ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ സെൻറ്റൻസ്, അതായത് മൈ നെയിം ഈസ്, നമ്മളുടെ പേര് വരും, ഒരു കോഡും പറയും. ഇത്രയും സെൻറ്റൻസ് ഞാൻ ക്യാമറയിൽ ഫേസും സൗണ്ടും എല്ലാം ക്ലിയർ ആയിട്ട് കാണുന്ന പോലെ രീതിയിൽ നോക്കി വായിക്കണം. ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ട, നോ നീഡ് ഷോ, കാരണം നമ്മൾ ആധാർ KYC അതുകൊണ്ടൊന്നും കാണിക്കേണ്ട. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ, അതിന് വാലിഡിറ്റി ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നീട് എപ്പോഴും ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രൊസീജിയർ എല്ലാം സേവ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഉദാഹരണം, നിങ്ങൾ ഫോണിൽ നിങ്ങൾ ഇതേ സൈറ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ പിന്നെയും എടുക്കണമെങ്കിൽ നിങ്ങൾ സൈനെക്സ് എന്ന് അടിക്കുക. സൈനെക്സിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ബൈ DSC നേരത്തെ അത് കൊടുത്ത അതേ ഓപ്ഷൻ തന്നെ ന്യൂ കസ്റ്റമർ എടുക്കുന്നു. ഞാൻ എൻ്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഞാൻ ഗെറ്റ് OTP കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി കാണാം വ്യൂ ഡ്രാഫ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ടാവും. അപ്പോൾ ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഡിലീറ്റ് ആവും. പക്ഷേ അൺടിക്ക് ചെയ്യാതെ തന്നെ ഞാൻ OTP അടിച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരത്തെയുള്ള വീഡിയോ റെക്കോർഡിംഗ് പേജിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്കി പ്രൊസീജിയർ ഫോണിൽ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. നമ്മൾ വീഡിയോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 5 മിനിറ്റ് ടൈം എടുക്കുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾക്കറിയാം DSC ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ്. വീഡിയോ കറക്റ്റ് ആണെങ്കിൽ അപ്രൂവ് ആവും. ഇനി അത് ഉദാഹരണത്തിന് നിങ്ങളുടെ കേസിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട്, അതായത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫോൺ മ്യൂട്ടായിരുന്നു, ഓഡിയോ കേൾക്കുന്നില്ല, വീഡിയോ ക്ലിയർ അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെ, വായിച്ചത് തെറ്റായിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീസൺ എന്താണെന്ന് എഴുതി നമുക്കൊരു മെയിൽ വരും. നമുക്ക് അതേ പ്രൊസീജിയർ തന്നെ ഒന്നുകൂടിയും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലോഗിൻ ചെയ്യുക, ഒന്നുകൂടിയും റെക്കോർഡിംഗ് പേജ് എനേബിൾഡ് ആവും. നമ്മൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്താൽ ഇത് പിന്നെയും പോയിട്ട് അപ്രൂവ് ആവും. അപ്പോൾ വീഡിയോ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിനെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇനി പേയ്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ തന്നെ അവിടെ പേയ്മെൻറ്റ് വരും. ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈ DSC കൊടുക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് യൂസർ ID ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്രൂവ് ആയതുകൊണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് യൂസർ ID കൊടുക്കുക. നമ്മൾ നേരത്തെ അവിടെ ഫില്ല് ചെയ്യാൻ കൊടുത്ത നമ്മളുടെ യൂസർ നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അത് നമുക്ക് മെയിലിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കൊടുത്ത ഇതും പിൻ 1 2 3 4 5 6 എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ പിന്നും ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യുന്ന ടൈമിലും ഒരു OTP കൂടി വരും ഫോൺ നമ്പറിൽ തന്നെ. അപ്പോൾ ആ OTP എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യും. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ മുദ്ര അല്ലെങ്കിൽ ഈ സൈനെക്സിൻ്റെ ഈ സൈൻ എഗ്രിമെൻറ്റ്, അപ്പോൾ നമ്മൾ 2 ഡോക്യുമെൻറ്റ് ഒപ്പിടാനുണ്ട്. ഒന്ന് എഗ്രിമെൻറ്റ്, നമ്മൾ വരുന്ന പാർട്ടി തമ്മിലുള്ള എഗ്രിമെൻറ്റ്, സർട്ടിഫൈങ് അതോടെ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, നമ്മൾ പ്രൊസീഡ് ഫോർ സൈൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ആയിട്ടുണ്ട്. വ്യൂ സൈൻ എഗ്രിമെൻറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ സിഗ്നേച്ചർ. നമ്മളുടെ പ്രൊഫൈൽ ലോഗ്ഡ് ഇൻ ആണ്, നമ്മുടെ പേരും എല്ലാം കാണാം. നമ്മൾ റിക്വസ്റ്റ് ഫോർ DSC ക്ലിക്ക് ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്താണ് ഈ കാണുന്നത്. അത് പ്രൊസീഡ് ഫോർ സൈൻ കൊടുക്കുന്നു. അതും നമ്മളുടെ അക്കൗണ്ട് ലോഗിൻ ആകും, ഓട്ടോമാറ്റിക്കലി സൈൻഡ് ഫോം വേണ്ട, ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാസ് ഫ്രേസ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ് ഫ്രേസ് നമ്മൾ സെറ്റ് ചെയ്യണം, ഒരു പാസ്വേഡ് പോലെ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ. വന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള പാസ് ഫ്രേസ് കൊടുക്കുക. നമുക്കപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കും ഡൗൺലോഡ് ചെയ്യാൻ മാത്രം മതി. അത് കഴിഞ്ഞാൽ ഇത് ഡിസേബിൾ ആയി പോകും. അപ്പോൾ പാസ് ഫ്രേസ് സെറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇവിടെ ഡൗൺലോഡ് ആയിരിക്കും ബട്ടൺ വരുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ കണ്ടിന്യൂ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ വരും. നമ്മൾ QR കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രൊസീഡ് ഫോർ ഡൗൺലോഡ് ആയിരിക്കും എനേബിൾ ആവുന്നത്. അപ്പോൾ ഇതേ സ്റ്റെപ്പിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾക്കിത് കൊറിയറായിട്ട് കിട്ടാൻ ടോക്കണും ഇൻക്ലൂഡിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജ് എങ്കിൽ അവർ ആ ടോക്കൺ നമ്മൾക്ക് പിന്നീട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അവരത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ടോക്കൺ അയച്ചു തരും. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ടോക്കൺ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ. ഇനി നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ അടുത്ത് ടോക്കൺ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോക്കൺ ഉണ്ടെങ്കിൽ അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ആയിട്ടുണ്ട്, ബാക്കി എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി, ജസ്റ്റ് നമ്മൾക്കത് കയ്യിൽ സൈൻ ചെയ്യാനുള്ള ടോക്കണായിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് ചില ഇൻസ്റ്റൻസുകളിൽ ഇതിൻ്റെ ഓൺലൈൻ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ചില ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യാം. പക്ഷേ പൊതുവെ ഗവൺമെൻറ്റിൻ്റെ എവിടെയും അത് പറ്റില്ല. അപ്പോൾ ടോക്കൺ ഡൗൺലോഡ് ചെയ്യണത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഗ്നേച്ചറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രൊസീജിയർ കഴിഞ്ഞു. ഈ ടോക്കൺ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് യൂട്ടിലിറ്റി കൊടുക്കണം. അപ്പോൾ സൈനെക്സിൻ്റെ ഒരു യൂട്ടിലിറ്റി ഡൗൺലോഡ് ആവും. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഞാൻ സൈനെക്സിൻ്റെ യൂട്ടിലിറ്റി ഞാൻ റൺ ചെയ്യുമ്പോൾ ആ യൂട്ടിലിറ്റി സ്റ്റാർട്ടഡ് റണ്ണിംഗ് എന്ന് കാണിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ടോക്കൺ കണക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ടോക്കൺ ഓൾറെഡി സിഗ്നേച്ചർ ഉള്ളതാണെങ്കിലും അതിൽ തന്നെ എനിക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്യാം, അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ആ ടോക്കണും കണക്ട് ചെയ്യുക. ആ ടോക്കണിൻ്റെ പാസ്വേഡ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ നേരത്തെയുള്ള പ്രൊസീജിയറിൽ പ്രൊസീഡ് ഡൗൺലോഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ് ഫ്രേസ് അടിച്ചിട്ടായാലും എനിക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫൈൻഡ് DSC ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്കൺ വരും. അപ്പം അവിടെ തന്നെ കാണിക്കുമല്ല, നമ്മൾ ടോക്കണിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായി ടോക്കണിൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവുന്നതാണ്.